അലൈക്കും വറഹ്മത്തുള്ള. എന്താണ് ശുക്രിൻ്റെ സുജൂദ്? എപ്പോഴാണ് അത് ചെയ്യേണ്ടത്? ശുക്രിൻ്റെ സുജൂദിൽ എന്താണ് ചൊല്ലേണ്ടത്? അപ്രകാരം അതിന് വുളു ആവശ്യമുണ്ടോ? സുജൂദു ശുക്ർ ഹുവ സുജൂദ് മിൻ ആജിലി നിഅമ അമത്തിൻ സഖഹല്ലാഹു ലിൽ മുസ്ലിമീൻ ഔ നിഅമത്തിൻ ഖാസ്സ സഖഹല്ലാഹു ലിശ്ശഖ്സ് كوجود ولد لا وكسلامته من حادث ونحو ذلك. ولما بلع الصديق رضي الله عنه مقتل مسيلمة الكذاب خر ساجدا لله تعالى شكرا لله. ശുക്രിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾക്ക് പൊതുവായി എന്തെങ്കിലും അനുഗ്രഹമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുമ്പോൾ അതിന് നന്ദി സൂചകമായി ചെയ്യുന്ന സുജൂദാണ്. ഒരൊറ്റ സുജൂദാണ് ശുക്രിൻ്റെ സുജൂദ്. അപ്രകാരം വൈയക്തികമായ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും ശുക്രിൻ്റെ സുജൂദ് ചെയ്യാം. ഇതിന് രണ്ടിൻ്റെയും ഉദാഹരണം സ്വഹിയായ ഹദീസുകളിൽ കാണാവുന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ മരണമെത്തിയപ്പോൾ നന്ദി സൂചകമായി അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്തു. പ്രസ്തുത സുജൂദ് ശുക്രിൻ്റെ സുജൂദായിരുന്നു. അപ്രകാരം ബുഖാരി മുസ്ലിമിലുള്ള ഒരു ഹദീത്തിൽ കഅബ് ബിൻ മാലിക് തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ച പശ്ചാത്തലത്തിൽ അദ്ദേഹം സുജൂദ് ചെയ്തു. ഇതും ശുക്രിൻ്റെ സുജൂദായിരുന്നു. الصحيح أنه لا يشترط لسجود الشكر ما يشترط للصلاة من الطهارة وستر العورة واستقبال القبلة وغيرها. നിസ്കാരത്തിൻ്റെ സുജൂദ് പോലെ ഉള്ള നിബന്ധനകൾ ശുക്രിൻ്റെ സുജൂദിൽ വേണ്ടതില്ല. ശുദ്ധി, ഔറത്ത് പൂർണ്ണമായി മറഞ്ഞിരിക്കുക, കിബിലക്ക് മുന്നിടുക ഇത്യാദി കാര്യങ്ങളൊന്നും ശുക്രിൻ്റെ സുജൂദിൽ നിബന്ധനയില്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ഇക്കാര്യത്തിൽ ചില ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അപ്രകാരം തന്നെ സുജൂദ് ശുക്രിൻ്റെ തുടക്കത്തിൽ തക്ബീറോ അവസാനത്തിൽ സലാം വീട്ടലോ ഒന്നും തന്നെ വേണ്ടതില്ല. അന്നഹു ലാ യജിബു ഫീഹി ദിക്റുൻ മുഅയ്യൻ വ ഇന്നമാ യശ്റഉ ലിസ്സാജിദ് അൻ യഖൂല ഫീ സുജൂദി മാ യുനാസിബുൽ മഖാം മിൻ ഹംദില്ലാഹി വ ശുക്രി വ ദുആഇ വസ്തിഗ്ഫാരി. പ്രത്യേകമായ ദിക്റുകളൊന്നും നന്ദിയുടെ സുജൂദിൽ ശുക്രിൻ്റെ സുജൂദിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് സാഹചര്യത്തോട് യോജിക്കുന്ന രീതിയിൽ അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹുവിന് നന്ദി പറയുക, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക, പാപമോചനം തേടുക ഇതെല്ലാം അനുവദനീയമാണ്. സുബ്ഹാന റബ്ബിയൽ അഅല പോലുള്ളവ സാധാരണ സുജൂദിൽ ചൊല്ലുന്ന ദിക്റുകളും ഇതിൽ ചൊല്ലൽ അനുവദനീയമാണെന്ന് ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ളവർ വിശദീകരിച്ചതായി കാണാം. വാഹനത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് പോലും ശുക്രിൻ്റെ സുജൂദ് ചെയ്യൽ അനുവദനീയമാണ്. ഒറ്റ സുജൂദാണ് ചെയ്യേണ്ടത്, രണ്ട് സുജൂദ് ചെയ്യേണ്ടതില്ല.